HR മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ബിൽഡിംഗ് പെർമിഷനും കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നതാണ് ചാനലിൻ്റെ ഉദ്ദേശം. ഹായ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് മെയിൻ സ്ലാബ് കോൺക്രീറ്റിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ്. ഇവിടെ നമുക്ക് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കവറിംഗ്. കോൺക്രീറ്റിലെ സ്റ്റീൽ എയർ കോണ്ടാക്റ്റിൽ വരാതിരിക്കാൻ വ്യക്തമായ കവറിംഗ് ആവശ്യമാണ്. അല്ലാതെ സ്റ്റീൽ റസ്റ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയായി സ്ലാബിൽ 2 സെൻറ്റിമീറ്ററും പില്ലറിൽ 4 സെൻറ്റിമീറ്ററും ബീമിൽ 2.5 സെൻറ്റിമീറ്ററുമാണ് കവറിംഗ് നൽകേണ്ടത്. കൃത്യമായ കവറിംഗ് നൽകാൻ ഇത്തരത്തിലുള്ള കവറിംഗ് ബ്ലോക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. ക്രാങ്ക് ബാറിന് കവറിംഗ് കണക്കാക്കുന്നത് കോൺക്രീറ്റിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്കാണ്. ക്രാങ്ക് ബാർ മുകളിൽ നിൽക്കേണ്ട ബാറാണ്. ചില സൈറ്റിൽ ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ലേബേഴ്സ് നടക്കുമ്പോൾ ചരിഞ്ഞു പോകാറുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ ഒരു ചെയർ വെച്ചാൽ ക്രാങ്ക് നിലനിർത്താനും ലേബേഴ്സ് നടക്കുന്ന ഭാഗത്തുള്ള ക്രാങ്ക് ചരിഞ്ഞു പോവാതിരിക്കാനും സഹായിക്കും. വയറിംഗ്. ആവശ്യമായ വയറിംഗ് പോയിന്റ്, ഹൂക്ക് എന്നിവ ഇട്ടുവയ്ക്കുക. വയറിംഗ് ചെയ്യുമ്പോൾ ഇതുപോലെ പൈപ്പ് സ്റ്റീലിന് മുകളിലൂടെ ഇട്ട് എൻഡിൽ മാത്രം താഴ്ത്തുന്നതാണ് നല്ലത്. സ്ലാബിന് താഴെ പൈപ്പ് ലൈൻ ക്രാക്ക് ആവാതിരിക്കാൻ ഇത് സഹായിക്കും. വലിയ ജംഗ്ഷൻ ബോക്സ് ഒഴിവാക്കുന്നതും നല്ലതാണ്. അത്യാവശ്യമുള്ള സ്ഥലത്ത് സ്ലിം ആയിട്ടുള്ള ബോക്സ് വയ്ക്കാം. ഊഞ്ഞാൽ വയ്ക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഹൂക്ക് ആദ്യമേ ഇട്ടുവെച്ചാൽ പിന്നീട് സ്ലാബ് ഡ്രില്ല് ചെയ്യുന്നത് ഒഴിവാക്കാം. വാളിൽ ഇതുപോലെ ടാർ ഷീറ്റ് വെച്ചാൽ ഡിഫ്ലക്ഷൻ കാരണമുണ്ടാകുന്ന ക്രാക്കുകൾ ഒഴിവാക്കാം. ഓപ്പൺ ടെറസുകളിൽ ഇത്തരത്തിലുള്ള റെഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വർക്ക് കംപ്ലീഷൻ സമയത്ത് ഗ്രൗണ്ട് ലെവലിലേക്ക് മഴവെള്ളം ഇറക്കുന്നതിനുള്ള പൈപ്പ് കണക്ട് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ബാത്റൂമിൻ്റെ ഡ്രൈനേജ് പൈപ്പ് വരുന്ന ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് അവിടെ വാഴത്തണ്ടോ പൈപ്പോ ഇട്ടുവെക്കുന്നത് പിന്നീട് കോർ കട്ടിംഗ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഓപ്പൺ ടെറസിൽ ആവശ്യമായ സ്ലോപ്പ് കോൺക്രീറ്റിൻ്റെ തട്ടുവറക്കിൽ തന്നെ കൊടുക്കുക. ഓപ്പൺ ടെറസിൽ കർബ് കൊടുക്കുന്നത് വാട്ടർ അബ്സോർപ്ഷൻ തടയാൻ സാധിക്കും. കോൺക്രീറ്റിന് പ്രോപ്പർ മിക്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കോൺക്രീറ്റിന് നിലവിൽ റെക്കമെൻഡ് ചെയ്യുന്ന മിക്സ് റേഷ്യോ ആയ 1:1.5:3 തന്നെ ഉപയോഗിക്കുക. വൈബ്രേറ്റർ ഉപയോഗിക്കുക. നിലവാരമുള്ള സിമൻറ്റ് ഉപയോഗിക്കുക. അഡ്മിക്സ്ചർ ഉപയോഗിക്കുന്നത് ലീക്ക് സാധ്യത കുറയ്ക്കാനും സ്ട്രെങ്ത് കൂട്ടാനും സഹായിക്കും. സ്ലാബ് തിക്നെസ് 12 സെൻറ്റിമീറ്റർ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ക്യൂറിംഗ്. ചുരുങ്ങിയത് 10 ദിവസം കോൺക്രീറ്റ് നനയ്ക്കേണ്ടതുണ്ട്. ഫ്ലാറ്റ് സ്ലാബ് ആണെങ്കിൽ ഇത്തരത്തിൽ ബണ്ട് നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തിയാൽ മതി. സ്ലോപ്പ് സ്ലാബിൻ്റെ കാര്യത്തിൽ ഓട്ടോമാറ്റഡ് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ട് മെയിൻ സ്ലാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിർമ്മാണവും പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.